എല്ലാ ഇ-കൊമേഴ്സ് ബിസിനസ് ഓണേഴ്സും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പുതിയതായിട്ട് കസ്റ്റമറിനെ നന്നായിട്ട് അക്വയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇ-കൊമേഴ്സിൽ ഗ്രോത്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ വാക്കുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ബിസിനസ്സിൽ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പുതിയ കസ്റ്റമർ വരുന്നുണ്ട് മൈനസ് കുറച്ച് കസ്റ്റമേഴ്സ് നമ്മളുടെ നിലനിൽക്കാതെ നഷ്ടപ്പെടുന്നുണ്ട് ഈസിക്കൽ ടു ഗ്രോത്ത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യാറ്. ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്ന കുറേ അധികം ടെക്നിക്കൽ ടേംസ് ഉണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പുതിയതായിട്ടൊരു ഇ-കൊമേഴ്സ് തുടങ്ങുന്ന ഒരാളാണെങ്കിലും നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഇ-കൊമേഴ്സ് സൈറ്റ് ആണെങ്കിലും നമ്മൾ കസ്റ്റമറെ കൂടുതൽ അക്വയർ ചെയ്യാൻ വേണ്ടി പരസ്യം ചെയ്യും. പരസ്യം സക്സസ്ഫുൾ ആകുന്നതിനനുസരിച്ച് നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, കാരണം കസ്റ്റമർ പുതിയത് വരുന്നു. രണ്ടാമത് നടക്കുന്നൊരു പ്രോസസ്സുണ്ട്, അതായത് ഇതിൽ വന്നിരിക്കുന്ന കസ്റ്റമർ ഓർഡർ ചെയ്യാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അതിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാറുണ്ട്. പക്ഷേ ഡേറ്റ നമ്മൾ നോക്കാൻ തുടങ്ങിയാൽ ഡേറ്റയുടെ പ്രത്യേകത അതിന് ഇമോഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഡേറ്റ കംഫർട്ടബിളായിട്ട് നിങ്ങൾ ഓപ്പൺ ആക്കി നിങ്ങളത് ചെക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അൺകംഫർട്ടബിൾ ആവും, കാരണം അതിനകത്തുണ്ടാവും കൃത്യമായ വിവരം. അങ്ങനെ വരുമ്പോൾ ചോദ്യം മാറി. പുതിയ കസ്റ്റമറെ കൊണ്ടുവരുന്നതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ നിലനിർത്തുന്നതും പോയ കസ്റ്റമറിനെ തിരിച്ചു കൊണ്ടുവരും. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഡേറ്റ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയാണ് ഗ്രോത്ത് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രോത്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഫീലിങ്സ് അല്ല. ഗ്രോത്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്യുവർലി ഇക്വേഷനാണ്. അക്വിസിഷൻ മൈനസ് ചാൻ റേറ്റ് പ്ലസ് റെസറക്ഷൻ ഈസിക്കൽ ടു നെറ്റ് ഗ്രോത്ത്. ഇവിടെ റെസറക്ഷൻ എന്താണ്? ഒരു ടെക്നിക്കലി ഇച്ചിരി ടഫായിട്ടുള്ള വാക്കാണ്. റെസറക്ഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ കസ്റ്റമർ നമ്മളെപ്പറ്റി ചിന്തിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അതായത് വിത്തൗട്ട് യുവർ പ്രഷർ, നിങ്ങൾ പ്രഷർ ചെയ്യാതെ ഡിസ്കൗണ്ടും മറ്റു കാര്യങ്ങളും കൊടുത്തു കൊണ്ടുവരുന്നതിന് പകരം സ്വന്തമായിട്ട് ആ കസ്റ്റമർ നമ്മളെ കാണുകയും നമ്മളെപ്പറ്റി ചിന്തിക്കുകയും വീണ്ടും നമ്മളുടെ ഇ-കൊമേഴ്സ് സൈറ്റിൽ വന്ന് ഓർഡർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റെസറക്ഷൻ എന്ന് പറയുന്നത്. ആ റെസറക്ഷനും കൂടെ വരുമ്പോഴാണ് നെറ്റ് ഗ്രോത്ത് നമ്മുടെ ഇ-കൊമേഴ്സിൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ റെസറക്ഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ടേമിനെക്കാട്ടിലുപരി ഇതൊരു സിഗ്നലാണ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ട്രസ്റ്റും കസ്റ്റമറിൻ്റെ ഹാബിറ്റും ഒക്കെ നമുക്ക് മനസ്സിലാക്കിച്ച് തരുന്ന ഒരു സിഗ്നൽ. അതിനാൽ ഇ-കൊമേഴ്സ് ഗ്രോത്ത് കാണുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട 3 കാര്യങ്ങൾ ഇതാണ്. എത്ര പേര് വന്നു, അതായത് അക്വിസിഷൻ. എത്ര പേര് പോയി, അതായത് ചാൻ റേറ്റ്. എത്ര പേര് തിരിച്ചു വന്നു, അതാണ് റെസറക്ഷൻ. റെസറക്ഷൻ ഗ്രോ ചെയ്താൽ ഗ്രോത്ത് സൈലൻ്റ്ലി കോമ്പൗണ്ട് ചെയ്യും. ഇതാണ് ഒരു ഇ-കൊമേഴ്സ് ബിസിനസ്സിൻ്റെ ടെക്നിക്കൽ ടേം ഗ്രോത്ത് അക്കൗണ്ടിങ്. അതുകൊണ്ട് ഓരോ ബിസിനസ് ഓണറോടും എനിക്ക് പറഞ്ഞു തരാനുള്ളത്, എല്ലാ ദിവസവും വൈകുന്നേരം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡാഷ്ബോർഡിലെല്ലാം കയറി നിങ്ങളുടെ ഈ കസ്റ്റമറുടെ പെർഫോമൻസും പുതിയതായിട്ട് വന്ന കസ്റ്റമറും നഷ്ടപ്പെട്ടു പോയ കസ്റ്റമറിനെ പറ്റിയൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുകയും അത് ഇവാലുവേറ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവും.